നമസ്കാരം ഹരി. നമസ്തേ സനജി. ഹരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നാളുകൾ തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു എന്നുള്ള ഒരു ഖ്യാതിയാണ് നരേന്ദ്രമോദിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത്. 4399 ദിനങ്ങളായിരുന്നു നെഹ്റുവിന്റെ റെക്കോർഡിൽ ഉണ്ടായിരുന്നത്. അത് തിരുത്തി 4400 ദിനങ്ങളിലേക്ക് നരേന്ദ്രമോദി കടക്കുകയാണ്. ശരിക്കും ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാം. കാര്യം രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ വികസനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ മുന്നേറിയ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 12 വർഷമായി ഭാരതത്തിന് വരുത്തിയ മാറ്റം ഓരോ മേഖലകളിലും, സമസ്ത മേഖലകളിലും, അത് ഒരു മേഖലകളിൽ മാത്രമല്ല, ഏത് രംഗത്ത് നോക്കിയാലും ഭാരതം ഇന്ന് മുൻപന്തിയിൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സംഭാവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റോൾ ഈ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു നേട്ടം, അഭിമാനാർഹമായ ഒരു നേട്ടം സ്വന്തമാക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് ഹരി? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേട്ടം അക്ഷരാർത്ഥത്തിൽ അത് നമുക്ക് അത്ഭുതമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുക. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നെഹ്റുവുമായിട്ടൊന്നും മോദിയെ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നെഹ്റു രാഷ്ട്രീയത്തിൽ അതിജീവിച്ച കാലം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായ ഒരു കാലം വ്യത്യസ്തമായൊരു കാലമാണ്. അന്ന് സമയത്ത് കോൺഗ്രസിന് പ്രതിയോഗികളില്ല, കോൺഗ്രസിന് ആരും തന്നെ ശത്രുക്കളില്ല, കോൺഗ്രസ് മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി ആ സമയത്ത് നെഹ്റു എടുത്ത പോളിസികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തെ 1990കളിൽ എത്തുമ്പോൾ ബാങ്ക്രപ്റ്റൻസിയിലേക്ക് നയിക്കുന്നത് ആ പോളിസികളാണ്. ഓരോ പോളിസിയും എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് നേരെ പോയി ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് തലവെച്ച് കൊടുത്തു. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അതിൽ കൊണ്ടിട്ടു. അതിനുശേഷം വന്ന സർക്കാരുകളെല്ലാം ഇതിൻ്റെ ബാക്കി പത്രങ്ങളായി. ഇപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും അധികം ദോഷം നമുക്ക് ഉണ്ടാക്കിയ വർഷങ്ങളായിരുന്നു അത്. പക്ഷെ അതായിരുന്നില്ല നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഈ 12 വർഷങ്ങൾ എന്ന് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. എല്ലാ തരത്തിലും, എല്ലാ രീതിയിലും അതിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. നമുക്ക് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഏകദേശം 88,000-ഓളം വീടുകളാണ് ഈ 12 വർഷം കൊണ്ട് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അങ്ങനെ റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വാഹന ഗതാഗതങ്ങളുടെ കാര്യത്തിൽ, അതിപ്പോൾ സാഗർമാലയായാലും അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ ഗതാഗതത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ റെയിൽവേ നവീകരണത്തിൻ്റെ കാര്യത്തിലായാലും, ഇങ്ങനെ ഓരോന്നും വന്ദേ ഭാരത് ഇപ്പോൾ തന്നെ 160 അത് ഏകദേശം 4000-ലേക്കും ഒക്കെ വർദ്ധിപ്പിക്കുവാനാണ്. ഏകദേശം 2030 അതിൻ്റെ സംഖ്യ വളരെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പിംഗ് സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ വരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഇനി നമുക്ക് സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിൻഡ് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും തന്നെ ഭാരതം ഒരു കുതിപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ 10 ലക്ഷം മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അത് വളരെ അതിനെ വീണ്ടും ഒരു വലിയ തലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ ഇപ്പോൾ നമ്മുടെ റൂഫ് ടോപ്പുകളിലാണ് സോളാർ സിസ്റ്റങ്ങൾ ഘടിപ്പിക്കുന്നതെങ്കിൽ ഇനി ഈ കനാലുകൾക്ക് മുകളിൽ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. അങ്ങനെ ഒരു മൾട്ടി ലെവൽ പ്രോജക്റ്റുകളാണ്, മൾട്ടി പർപ്പസ് പ്രൊജക്റ്റുകളാണ് മോദി സർക്കാരിൻ്റെ സംഭാവന. ഇനി സൈനിക സംവിധാനങ്ങളുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ നമ്മളൊരു മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് മഞ്ഞിലണിയുന്ന ഷൂസുകൾ പോലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അഴിമതികൾ ആരോപിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഉള്ള ഒരു സമയത്ത് നിന്നാണ് നമുക്ക് ഏറ്റവും അധികം ഇപ്പോൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുവാൻ വേണ്ടി രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന അതെ, മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. റാഫേൽ ഭാരതത്തിൽ ഉണ്ടാക്കുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുകൾക്ക് ലോകത്തിൽ വലിയ പ്രചാരം ലഭിക്കുന്നു, വലിയ മാർക്കറ്റുകൾ ലഭിക്കുന്നു.
ചൈന പോലും ഇന്ത്യക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ചൈനീസ് സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉത്പാദനം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ രീതിയിൽ ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ചൈനയെ പേടിച്ചുകൊണ്ട് ബോർഡർ റോഡുകൾ നിർമ്മിക്കാത്ത ഒരു കാലത്ത് നിന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ദിബ്രുഗഡിലൊക്കെ ദിബ്രുഗഡിൽ നമ്മൾ ഉണ്ടാക്കിയ ഹൈവേയിൽ എമർജൻസി ലാൻഡിംഗ് സൗകര്യമുണ്ട്. ഒരു സൈക്കിൾ പോലും ചവിട്ടി പോകാൻ പറ്റാത്ത മേഖലകളിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ചൈന കണ്ണുരുട്ടുന്ന ഇടത്തിൽ നിന്ന് ചൈനയുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നുണ്ട്, ഭാരതവും ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു പുരോഗതി ഉണ്ടാകുകയുള്ളൂ, ഭാരതം ഞങ്ങളുടെ പാർട്ട്ണറാണ്, ഭാരതം ഞങ്ങൾക്കൊപ്പം ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് ചൈന അഭ്യർത്ഥിക്കുന്നു. നേരത്തെ അമേരിക്കയെ പിണക്കിവിട്ട ചൈനയാണ്. അമേരിക്ക ഒരു വയസ്സൻ എക്കണോമി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ട്രംപിനെ അധിക്ഷേപിച്ചു വിട്ട ചൈനയാണ് ഭാരതത്തോട് ഇങ്ങനെ പറഞ്ഞത്. ഭാരതത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് കണ്ടിട്ട് ആക്രമണം നടത്തിയ ചൈന, നമ്മുടെ കയ്യിൽ നിന്ന് അക്സൈ ചിഹ്നം അടക്കം വലിച്ചു കൊണ്ടുപോയ ചൈന, പാകിസ്ഥാനിൽ ചൈന പാക് എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാന് തന്നെ 8ന്റെ പണി കിട്ടി. ഇതാ POK ഉൾപ്പെടെ ഭാരതത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ ലോക രാജ്യങ്ങൾ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്നത് ഭാരതത്തിനെയായി മാറുന്ന ഒരു കാലം. ഇതൊരു സ്വപ്നം ആണോ എന്ന് പോലും പലപ്പോഴും സംശയിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഇന്നിന്റെ ഒരു സത്യം. തീർച്ചയായിട്ടും ഹരി, കാര്യം ഇത്തരത്തിലുള്ള ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ വികസനം മാത്രമല്ല, ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതിലും ഈ 12 വർഷത്തെ മോദി ഗവൺമെന്റിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. കാര്യം മോദി ഭരണത്തിലെത്തി 1 വർഷം കഴിയുമ്പോഴാണ് ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. രാജ്യത്തിനെതിരെ കള്ളപ്പണം ഉയരുമ്പോൾ, അല്ലെങ്കിൽ ആ കള്ളപ്പണത്തിന്റെ തോത് ഇവിടെ കൂടുമ്പോൾ അതിന് ശക്തമായ ഒരു കൂച്ചുവിലങ്ങിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾക്കായി എന്നുള്ളതാണ്. ആ ഒരു ഇച്ഛാശക്തി, അത് ശരിക്കും പറഞ്ഞാൽ ഭീകരർക്ക് അവരുടെ എന്താ പറയാ ഒരു തിരിച്ചൊരു വെടിവെക്കുന്നതിനേക്കാൾ വലിയ ആഘാതമായിരുന്നു. അവരുടെ പാളയത്തിൽ ചെന്ന് വെടിവെച്ച് അവരെ കീഴ്പ്പെടുത്തുന്നതിനേക്കാളും വലിയ ആഘാതമായിരുന്നു ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്നത്, അല്ലെ? അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ്. ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ അഴിമതിക്കും ഇത്തരത്തിലുള്ള കള്ളപ്പണ വ്യവസായികൾക്കുമൊക്കെ വലിയൊരു തിരിച്ചടിയായി മാറി ആ ഒരു തീരുമാനം. അതേ തുടർന്നാണ് ഈ വലിയ രീതിയിലുള്ള ഈ ആക്രമണ പദ്ധതികൾ പോലും ഇന്ത്യയിൽ ഉപേക്ഷിക്കപ്പെട്ടത്. മറ്റൊരു തിരിച്ചടി, ഇന്ത്യ നേരിട്ട 2 വലിയ തിരിച്ചടികളുണ്ട്. ഒന്ന് ഒറീലിയ ഭീകരാക്രമണം, അതിന് ബലാക്കോട്ടിൽ കൃത്യമായ മറുപടി ഇന്ത്യക്ക് കൊടുക്കാനായി. അതിനുശേഷം കഴിഞ്ഞ വർഷം പഹൽഗാമിലുണ്ടായ, അതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരു ത്തിന്റെ സമാന സ്വഭാവമായ കാര്യത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഈ രണ്ടിലൂടെയും ശത്രുരാഷ്ട്രത്തെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്കായി എന്നുള്ളതാണ് കാര്യം. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ അപലപിച്ചിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അല്ലെ? സ്ഥിരം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നതാണ്. അതിർത്തിയിൽ നടന്ന പാക് വെടിവയ്പിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി അപലപിച്ചു, ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി അപലപിച്ചു. അപലപിക്കാൻ മാത്രമല്ല, ഇങ്ങോട്ട് വെടിവെക്കുന്നവന്റെ വീട്ടിൽ ചെന്ന് അവനെ വെടിവെക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾക്ക് കൃത്യമായ, അത് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ കൃത്യമായ സൂചന ലഭിച്ചു ഇന്ത്യയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്താണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണം ആരുടെ കയ്യിലാണ്, അവർ എങ്ങനെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകും എന്നുള്ളത് കൃത്യമായ ഒരു സൂചന ലോകത്തിന് മുഴുവൻ നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നയതന്ത്ര സമീപനങ്ങളിൽ ഈ മോദി പ്രധാനമന്ത്രിയായ ആദ്യ നാളുകളിൽ വിദേശയാത്ര നടത്തുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ കളിയാക്കി എഴുതി. വന്ന പാടെ ഇദ്ദേഹം വിദേശ ടൂർ നടത്തുകയാണ്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായ ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ഒരാളുടെ ഈ വലിയ ആഗ്രഹമാണ് ലോകം കാണുക എന്നുള്ള രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതി പരത്തിയത്. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലായത് എന്താണ് ഇന്ത്യയുടെ, ലോകത്തിന് മുന്നിൽ ഇന്ന് ഇന്ത്യ എന്നുള്ളത്. പല രാജ്യങ്ങളിലെയും പാസ്പോർട്ടുകൾ, ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അവർ എത്രത്തോളം വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്നുള്ളത് അവിടെ താമസിക്കുന്നവർക്ക് മനസ്സിലായി. അത് ഇവിടെ ഉള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ മനസ്സിലായത് അവിടെ ഉള്ളവർക്കാണ്. അതിലൂടെ ലോകം തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങൾ ഏതൊക്കെ രീതിയിൽ മാറിയിരിക്കുകയാണ്, ആ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി നേരിട്ട ഘട്ടം 2020-2021 കാലഘട്ടമാണ്. ലോകം നിശ്ചലമായ കോവിഡ് കാലഘട്ടം. ലോക്ക്ഡൌണിലൂടെ കൃത്യസമയത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ പ്രധാനമന്ത്രിക്കായി എന്നുള്ളതാണ്.
അതുമാത്രമല്ല ആ കോവിഡ് കാലഘട്ടത്തിലും മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയിലേക്കും മറ്റ് ക്ഷാമത്തിലേക്കും ഒക്കെ പോയപ്പോൾ, ദാരിദ്ര്യത്തിലേക്കും ഒക്കെ പോയപ്പോൾ ഇന്ത്യ അവർക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ച് നിന്നു എന്ന് മാത്രമല്ല ഇവിടെ കോവിഡ് വാക്സിനുകൾ നിർമ്മിക്കാനും അത് ലോകത്തിന് മുന്നിൽ വിതരണം ചെയ്യാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും അഭിമാനാർഹമായ ഒരു നേട്ടമായി നമ്മൾ ഇന്നും കാണുന്നു. അത്തരത്തിലുള്ള പ്രതികൂല കാലഘട്ടങ്ങളിലൊക്കെ വളരെ കരുത്തായി മുൻപന്തിയിൽ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഒരുപക്ഷെ ഹരിക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു രൂപവിധാനം ശരിക്കും ഒരു സന്യാസിയെ പോലെ താടി നീട്ടി വളർത്തി ഒരു തപസ്സിൽ എന്ന പോലെയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വേഷവിധാനങ്ങൾ പോലും. പിന്നീട് അയോധ്യയിലെ രാമനിർമ്മാണ ക്ഷേത്ര നിർമ്മാണ വേളയിലാണ്, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തിയത്. ഇതൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അല്ലെ. നരേന്ദ്രമോദി എന്ത് ചെയ്താലും ഇന്ന് ലോകത്തിന്റെ ട്രെൻഡിങ് ആയി മാറുന്നു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ന്യൂ മീഡിയകളിൽ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജെൻസി വിഭാഗമാണ്. ഇവിടെ കോക്രോച്ച് പാർട്ടി ജെൻസി വിഭാഗത്തിന്റെ പരിച്ഛേദമാണെന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്വിറ്റർ ആരാധകരുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ലോകമെമ്പാടുമുള്ള ജെൻസി, ഇപ്പൊ ഇന്ത്യയിലെ ജെൻസി ഒരു വിഭാഗം കോക്രോച്ച് പാർട്ടിക്കൊപ്പമാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ജെൻസിയിലെ ബഹുഭൂരിപക്ഷം പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. അതെ, തീർച്ചയായും അത്തരത്തിൽ മോദി വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാമിക് പദ്ധതിയിൽ 58,000 വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 14 ലക്ഷത്തിന് മുകളിൽ വീടുകൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു 2026 ആയപ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ 4 ഹോട്ട്സ്പോട്ടുകൾ, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഹിമാലയ ആണെങ്കിലും നമ്മുടെ പശ്ചിമഘട്ടമാണെങ്കിലും പൂർവ്വഘട്ടമാണെങ്കിലും അതോടൊപ്പം തന്നെ ആൻഡമാൻസ് ആണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ പ്രകൃതി സൗഹൃദവുമായി ബന്ധപ്പെട്ട ഗ്രീൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തിൽ പ്ലാനുകൾ വയ്ക്കുന്നത് പോലും ഇന്ത്യയാണ്. ഇപ്പോൾ പാരീസ് കോൺഫറൻസിലായാലും 3 ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാനുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതികൾ വയ്ക്കുന്നത്. ഇപ്പോൾ PM സൂര്യഘർ പോലുള്ള പദ്ധതിയൊക്കെ ഭാരതത്തിന്റെ സംഭാവനയാണ്. അത്തരത്തിൽ ലോകത്തെ മുഴുവൻ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ഭാരതം എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു കാലഘട്ടത്തിൽ, ഒരു പുരാതന കാലഘട്ടത്തിൽ ഭാരതം എന്ത് ചിന്തിക്കുന്ന തരത്തിൽ ലോകം ചിന്തിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് എത്ര വിശ്വം ഭവത്തേകനീഢം, ലോകം ഒരു പക്ഷിക്കൂടായി ചുരുങ്ങിയെങ്കിൽ എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യം പോലെ ഭാരതത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു ലോക വ്യവസ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അത് ഏത് രീതിയിലായാലും ശരി, ഏത് അളവുകോണിലൂടെ നോക്കിയാലും, ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഭാരതത്തെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഭാരതം അവിടെ മൗനം സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം എന്നേക്കുമായി അവസാനിക്കുന്ന തരത്തിൽ മാത്രമേ ഭാരതത്തിന് മൗനത്തിന് പോലും വലിയ തീർച്ചയായും അത്തരത്തിൽ ഇന്ന് 23,000 കോടി രൂപയുടെ അടുത്ത ഗൺ പ്രോജക്റ്റ് ആണ്, സൈനിക ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് നടപ്പിലാക്കുന്നത്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആണവ ആയുധങ്ങൾ, അണ്വായുധങ്ങൾ, വാർഹെഡ്സ്, 14 വാർഹെഡ്സ്, ഡിപ്ലോയിഡ് വാർഹെഡ്സ് ആണ് ഇന്ന് ഭാരതത്തിന്റെ കയ്യിൽ. അതായത് നിറച്ചു വച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ കയ്യിൽ 190 വാർഹെഡ്സ് ഉണ്ട്. പാകിസ്ഥാനേക്കാൾ 10 മടങ്ങാണ് ഭാരതം ആ വാർഹെഡ്സുകൾ വർദ്ധിപ്പിച്ചത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. ഖജനാവിലേക്ക് വന്നു ചേരേണ്ട പണം അത് എത്രയായാലും അത് കൃത്യമായി ഖജനാവിലേക്ക് വന്നു ചേരണം എന്നൊരു നിർബന്ധ ബുദ്ധി. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷനിലും, അത് ബാങ്ക് ആകട്ടെ മറ്റേത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണെങ്കിലും കൃത്യമായി അതിന്റെ നമ്മൾ ഗവൺമെന്റിന് എത്തേണ്ട ആ ഒരു വിഹിതം അത് ഗവൺമെന്റിലേക്ക് എത്തിച്ചേരുന്ന സംവിധാനങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെതായ ഒരു നേട്ടമാണ് നമ്മൾ ഈ GDP വളർച്ചയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ സാമ്പത്തികമായി തന്നെ വലിയൊരു ശക്തിയായി മാറുന്നു ഒരു വശത്തോടുകൂടി. മറുവശത്ത് ഇത്തരത്തിലുള്ള നയതന്ത്ര സമീപനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൈനിക ശക്തിയിലൂടെയൊക്കെ തന്നെ ഇന്ത്യ അത്തരത്തിലൊരു ശക്തിയായി മുന്നേറുന്നു. ഇതിനൊക്കെ നമുക്ക് അവിടെയാണ് നമുക്ക് കാരണഭൂതൻ എന്നുള്ള വാക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്നത്. ആ കാരണഭൂതനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാര്യം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാന്റെയും ഒക്കെ ഏതെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത നഗരങ്ങളിലിരുന്ന് പ്ലാൻ ചെയ്യുന്ന ആക്രമണ പരമ്പരകളാണ് ഇവിടെ ബോംബെയിലും ബാംഗ്ലൂരും മൈസൂരും ചെന്നൈയിലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ വേലക്കാർ തന്നെ തിരിഞ്ഞ് അവരെ വെടിവെക്കുന്ന രീതിക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അജ്ഞാതന്മാർ അവരുടെ വാതിൽക്കൽ തന്നെ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്.
അതുകൊണ്ട് തന്നെ അതൊരു പേടി സ്വപ്നമായി കരുതി തന്നെ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇന്ന് അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സധൈര്യം പറയാൻ കഴിയും. തീർച്ചയായും അത്തരത്തിൽ സാമ്പത്തിക സംവിധാനത്തിൽ ഇന്ന് ഇന്ത്യയുടെ GDP 7.7 ലോകത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം മാറുന്നു. 2040 ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാഷ്ട്രം ഭാരതമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, കാരണം ഭാരതം ഒരു കൗമാര ദിശയിലുള്ള സമൃദ്ധിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിൽ അങ്ങനെ എല്ലാ രീതിയിലും സമഗ്രമായ മുന്നേറ്റം തന്നെയാണ് ഭാരതത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി. ഒരുപക്ഷെ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇതിഹാസ്തി തതന്യത്ര എന്നെ ഹാസ്തിനജിത് എന്നൊക്കെ പറയും പോലെ ഇതിലുള്ളതേ ലോകത്തെവിടെയും ഉള്ളൂ എന്ന തരത്തിൽ ഭാരതം അങ്ങനെ സമഗ്രമായി മാറിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തരത്തിൽ, സമാധാനത്തിന്റെ സന്ദേശവുമായി ലോകത്തെ മുഴുവൻ മംഗളം വരുത്തുന്ന തരത്തിൽ സുശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് അനസ്യൂതം യാത്ര ചെയ്യുക തന്നെ ചെയ്യും. ആരുമായും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, നെഹ്റു എന്നല്ല ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ നരേന്ദ്രമോദി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം മോദി സർക്കാരും. നമസ്കാരം.